ഇന്ത്യൻ ഹോക്കി ടൈഗർ എന്ന് അറിയപ്പെട്ടിരുന്ന വിഖ്യാത ഹോക്കി താരം മാനുവൽ ഫ്രെഡറിക് അന്തരിച്ചു. 78 വയസ്സായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പിക് മെഡൽ ജേതാവാണ് മാനുവൽ ഫ്രെഡറിക്. ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ 8:10 അന്ത്യം. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, കേരളം സംഭാവന ചെയ്ത ഹോക്കി താരങ്ങളിൽ ഏറ്റവും പ്രമുഖൻ എന്ന് മാനുവൽ ഫ്രെഡറിക്കിനെ വിളിക്കാം. ഒളിമ്പിക് മെഡൽ ജേതാവാണ്. അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 8:10 കൂടിയാണ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ മാനുവൽ ഫ്രെഡറിക്കിൻ്റെ അന്ത്യം സംഭവിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അസുഖബാധിതനായിട്ട് ചികിത്സയിലായിരുന്നു. ഏതായാലും ഇന്ത്യക്ക് അല്ലെങ്കിൽ കേരളത്തിനൊക്കെ വേണ്ടി വളരെ വലിയ സംഭാവനകൾ നൽകിയ ഒരു കായിക താരം തന്നെയാണ് മൺമറഞ്ഞ് പോകുന്നത്. ഹോക്കി ടൈഗർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ശ്രീജേഷിനെ ആഘോഷിക്കുന്നതിന് അതുപോലെ അതിനു മുൻപ് എത്രയോ കാലം ഒരു തലമുറ തന്നെ ആദരിച്ചിരുന്ന അല്ലെങ്കിൽ ആഘോഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. മ്യൂണിച്ച് ഒളിമ്പിക്സിൽ 72 ഇന്ത്യക്ക് വേണ്ടി ഗോൾ വല കാത്തത് ഫ്രെഡറിക്കായിരുന്നു. അന്ന് കേവലം 8 ഗോളുകൾ മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് എന്നുള്ളതും പലരും ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായി കേരളത്തിലേക്ക്, മലയാളത്തിൻ്റെ മണ്ണിലേക്ക് ഒരു ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്നത് മാനുവൽ ഫ്രെഡറിക് ആയിരുന്നു. അങ്ങനെ വലിയ വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പലപ്പോഴായിട്ട് പുതിയ തലമുറ ഹോക്കി താരങ്ങളെയൊക്കെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയിരുന്നു. ഒരു വേള കേരളത്തിൽ ഹോക്കി ടീമിനെ പരിശീലിപ്പിക്കാൻ താൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വാർത്തകളിൽ വന്നൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതുപോലെ അദ്ദേഹത്തോട് രാജ്യം അല്ലെങ്കിൽ കേരളം അത്രത്തോളം ഒരു കൂറ് പുലർത്തിയിരുന്നു എന്നുള്ളതും സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ധ്യാൻചന്ദ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. അത് 2020 മാത്രമാണ്. ഏറെ വൈകിയാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രതിഭയ്ക്ക് ഇങ്ങനെ ഈ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം തന്നെ